You are watching Reporter Evening Show. അതിഥികളും നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ മാരിഫ് എം പി CPM-ൽ നിന്നും, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പ്രിന്റു മഹാദേവ് BJP-യിൽ നിന്നും, ജോർജ് ജോസഫ് സാമ്പത്തിക വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ജോർജ് ജോസഫിലേക്ക്. സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്, ഈ കണക്കുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒരു ഭാഗത്ത് നികുതിയുടെ കാര്യത്തിൽ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്ന കണക്കുകളാണ്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എല്ലാം പിരിച്ചെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വരുമാനം ആ രീതിയിൽ സർക്കാരിന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റവന്യൂ വരുമാനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ വളരെ കോൺഫിഡൻ്റ് ആണ്. മറുഭാഗത്ത് ധനക്കമ്മി 5.1 എത്തിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. അപ്പോഴും 11.1% അധികമാണ് കാപ്പെക്സ്, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി താങ്കൾ കണക്കാക്കുന്നുണ്ടോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ ബഡ്ജറ്റിനെ താങ്കൾ വിലയിരുത്തുന്നത്, ജോർജ് ജോസഫ്? അതായത് ഈ ബഡ്ജറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭാവിയിലേക്കുള്ള കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ 2047 ഇന്ത്യ 5 ട്രില്യൺ എക്കോണമിയായിട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യം, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുന്ന കാര്യം, ഇതെല്ലാം ഭാവിയിലേക്കുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുക, എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഇന്നത്തെ ചിത്രം? ഇപ്പോൾ ഏറ്റവും അടിസ്ഥാന മേഖല, ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന, ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന കാർഷിക മേഖലയുടെ സ്ഥിതി എന്താണ്? കാർഷിക മേഖലയുടെ സ്ഥിതി വളരെ ദയനീയമായൊരു വളർച്ച കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ ബഡ്ജറ്റ് എന്താണ് നീക്കിവെക്കുന്നത്? മറ്റൊന്ന്, നമ്മളിപ്പോൾ നമ്മുടെ പ്രസന്റ് ഡേ സിറ്റുവേഷൻ എടുക്കുക. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 6.4% തൊഴിലില്ലായ്മ, 45 വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമിക മേഖലയിലാണ്, കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലും ഒക്കെയാണ്. സാധാരണ നൈപുണ്യം ആവശ്യമില്ലാത്ത, വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണ് ഈ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി നിൽക്കുന്നത്. ആ തൊഴിലില്ലായ്മയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന എന്ത് കാര്യമാണ്? അതായത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസുഖത്തിന് ഇപ്പോൾ ചികിത്സിക്കുന്നതിന് പകരം 15 വർഷം കഴിയുമ്പോൾ വേറൊരു മരുന്ന് വരും. അത് വളരെ ഗംഭീരമായൊരു മരുന്നാണ്. അപ്പം നമുക്ക് ആ മരുന്ന് കഴിക്കാം, ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുക മതി എന്ന് പറഞ്ഞാൽ മതിയോ? സാമ്പത്തിക ശാസ്ത്രത്തിൽ ലോങ് ടേമിലുള്ള കാര്യങ്ങളുണ്ട്, ഷോർട്ട് ടേമിലുള്ള കാര്യങ്ങളുണ്ട്. ഷോർട്ട് ടേം ഇഷ്യൂസിനെ ഈ ഗവൺമെന്റ് എന്താണ് ഈ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? അതാണ് ഒന്ന്, തൊഴിലില്ലായ്മ. 2, അതിരൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും രാജ്യത്ത് നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് തുടർച്ചയായി 6 തവണ റെപ്പോ നിരക്ക്, അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ട് ഈ പണപ്പെരുപ്പത്തെ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയിട്ട് അത് സഹനപരിധിക്കകത്ത് റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന സഹനപരിധിക്കകത്ത് എത്താതെ ഇപ്പോൾ 6% തൊട്ടടുത്ത് നിൽക്കുന്നു. ഒരുപക്ഷെ ജനുവരി മാസത്തെ കണക്ക് വരുമ്പോൾ അത് 6% ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റോബസ്റ്റ് ഗ്രോത്ത് വരുമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സ് 20 ലക്ഷത്തിന് മുകളിലേക്ക് പോയി. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 37 ലക്ഷം കോടി രൂപയിലേക്ക് കടന്നിരിക്കുന്നു. ഇത് റോബസ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ചെറിയ ബെനിഫിറ്റ് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തത്? എത്ര തവണ നികുതിയും സർചാർജും ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഈ നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില എടുക്കുമ്പോൾ രാജ്യാന്തര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാ? $80-85 ഇടയ്ക്കാണ്. നേർ പകുതിയായിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഏകദേശം പകുതിയായിട്ട് വില കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സെസ്സിന്റെ, കേരളത്തിലെ 2 രൂപ സെസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര വിമർശനം പറയുമ്പോൾ ഇവിടെ എന്താണ് ഈ സെസ്സിന്റെ കാര്യത്തിൽ 6-7 രൂപയുടെ സെസ് ഇതിനകത്തുണ്ട്. ഇവിടെ എന്താ ഒരു ചെറിയ ആനുകൂല്യം കൊടുക്കാൻ കഴിയാതിരുന്നത്? അതുണ്ടാകുമെന്നൊക്കെ ഒരുപാട് മീഡിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, ഒരു തരത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഒക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് 2047 ഇന്ത്യയിലേക്ക്, ഇൻ ദ ലോങ് റൺ വി ആർ ആൾ ഡെഡ് എന്ന് പറഞ്ഞതുപോലെ ലോങ് റണ്ണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ഷോർട്ട് റണ്ണിൽ ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. ആത്മവിശ്വാസമാണ് അത്, അമിത ആത്മവിശ്വാസമാണ് എന്ന 2 രൂപത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. വരാം ശ്രീ പ്രിന്റു മഹാദേവിലേക്കാണ്. പ്രിന്റു, ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് എന്റെ ചോദ്യം. ഒരു രസകരമായി തോന്നിയ ഒരു കാര്യം, നിങ്ങളുടെ നിഘണ്ടുവിലില്ലാത്ത ഒരു വാക്ക് മതേതരത്വം
കാരണം ഈ മതേതരത്വം പറയുന്നവരെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ എന്നാണല്ലോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും BJP നേതാക്കൾ ആ വാക്ക് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിൽ പലയിടത്തായി ഈ സെക്യുലറിസം കടന്നു വരുന്നുണ്ട്. ഇൻക്ലൂസീവ് ആണ് എന്നുള്ള വാക്കുകൾ കടന്നു വരുന്നുണ്ട്. സെക്യുലർ ഗ്രോത്ത്. മോദി സർക്കാരിന്റെ സമീപനങ്ങളിൽ സെക്യുലറിസം ഇൻ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മതേതരത്വം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യനീതി എല്ലാവരിലും എത്തുന്ന സമീപനമാണ് ഇതെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രസംഗ രീതിയായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? പ്രഖ്യാപനങ്ങളില്ലെങ്കിലും പ്രസംഗത്തിൽ വേറെ ചില നിലപാടുകളുണ്ട് എന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നിർമ്മലാ സീതാരാമൻ നടത്തുകയാണോ പ്രിന്റു? ഞങ്ങളുടെ നിഘണ്ടുവിൽ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇല്ല എന്നാരാ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല മേഡം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മതേതരത്വമാണ്. മതേതരത്വം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാറില്ല എന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്നവരെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ പരസ്യമായി അപമാനിക്കാറുണ്ട്. അല്ല, ഞങ്ങൾ കപട മതേതരവാദികളെയും ഏതെങ്കിലും മതത്തെ കൃത്യമായി പ്രീണിപ്പിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് പറയും. മതേതരത്വം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമല്ലേ സാർ? സനാതന ധർമ്മമല്ലേ ഈ ലോകത്തെ മുഴുവൻ മതേതരത്വ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവന്നത്? ഈ സനാതന ധർമ്മമല്ലേ? ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കളായിട്ടുള്ള ഞങ്ങൾ അല്ല, എന്താ സംശയം മേഡം? എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു ധർമ്മമുള്ള സനാതന ധർമ്മം, അതിന്റെ വക്താക്കളാണല്ലോ ഞങ്ങൾ. പിന്നെ എങ്ങനെയാ മതേതരത്വം എന്ന് പറയും? എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വേറെ ഏത് രാജ്യമാണുള്ളത് മേഡം? അപ്പം മതേതരത്വം എന്ന് പറയുന്ന വാക്കിന്റെ ഉത്ഭവവും അതിന്റെ ഘടനയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഭാരതത്തോളം വേറൊരു രാജ്യത്തിന് വരില്ലേ മേഡം? അപ്പം മതേതരത്വം എന്ന് പറയുന്ന വാക്കൊന്നും ഞങ്ങൾക്ക് അന്യമാണെന്ന് നിങ്ങൾ കരുതേണ്ട. അപ്പം മതേതരത്വം എന്നതിലേക്ക് ഉപരി സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ഇതേ സമയത്ത് രാമക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ തിരിച്ചും പറയും, മതേതരത്വം പറയുമ്പോൾ ഇങ്ങനെയും പറയും. അപ്പം മതേതരത്വം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ എല്ലാ വ്യക്തികൾക്കും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളാണ്. അത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം. അതാണ് ഞങ്ങൾക്ക് ആരോടും വലിയ പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്, ഈ കർഷകരുടെ ആത്മഹത്യ നിരന്തര വാർത്തയായി തീരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും 60% ആളുകൾ സർക്കാരിന്റെ സൗജന്യ ധാന്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. കർഷകർക്ക് ആത്മവിശ്വാസം നൽകാൻ എന്ത് പദ്ധതിയാണ് ഈ ബഡ്ജറ്റിലുള്ളത്? അല്ല സാർ, ഇത് ഒരു ഇടക്കാല ബഡ്ജറ്റ് എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഒരു 2 മാസത്തെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാണുക. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് സാർ ഞങ്ങളുടെ കർഷകർക്ക് ഉള്ള നേട്ടം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ കർഷകർക്ക് വിളനാശം മൂലം, ഇപ്പോൾ ഇന്ന് ബഡ്ജറ്റിനകത്ത് പറഞ്ഞല്ലോ, വിളനാശം മൂലം കർഷകർ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് ഈ 4 കോടി കർഷകർക്കാണ് വിളനാശത്തിന്റെ ആനുകൂല്യം ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ഈ രാജ്യത്തിലെ കർഷകരോട് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് കൃഷി ചെയ്യൂ. നിങ്ങൾക്ക് വിളനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഫസൽ ബീമാ യോജനയിലൂടെ നിങ്ങളുടെ നഷ്ടം സർക്കാർ പരിഹരിക്കും. അതുകൊണ്ടാണ് സാർ ഇന്ന് നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ UPA സർക്കാരിൻ്റെയും NDA സർക്കാരിൻ്റെയും കാർഷിക മേഖലയിലൂടെ വളർച്ച നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ 4 ലക്ഷം കോടിയുടെ വരുമാനമുള്ള രാജ്യമായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. പിന്നെ കാർഷിക ആത്മഹത്യ എന്ന് പറയുന്നത് സാർ എവിടെയാണ് നടക്കുന്നത്? ഈ കേരളത്തിൽ ഇന്ന് നോക്കൂ, 5 കോടി കർഷകരുള്ള മേഖലയാണ് കരിമ്പ് കൃഷി. 5 കോടി കർഷകരും അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏകദേശം വലിയൊരു വിഭാഗമുള്ള മേഖലയാണ് കരിമ്പ് കൃഷി. ഇന്ന് നോക്കൂ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കിൻഡലിന് 315 രൂപയാണ് സാർ ഇന്ന് കരിമ്പിനുള്ളത്. അപ്പോൾ നോക്കൂ, അതുപോലെ തന്നെ താങ്ങുവില, കർഷകരുടെ താങ്ങുവില ഈ സാർ ഒന്ന് പരിശോധിക്കണം. UPA സർക്കാരിൻ്റെ സ്ഥാനത്ത് ഈ റബ്ബർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള നാളികേരം, അതുപോലെ നെല്ല്, ഇതിൻ്റെ താങ്ങുവിലയും UPA സർക്കാരിൻ്റെ താങ്ങുവിലയും NDA സർക്കാർ നൽകുന്ന താങ്ങുവിലയും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കുകളുണ്ടല്ലോ, ഇത് 3 ഇരട്ടിയാണ് സാർ താങ്ങുവില നൽകുന്നത്. പിന്നെ കർഷകർക്ക് നോക്കൂ, ഈ രാജ്യത്തിലെ മുഴുവൻ കർഷകർക്കും പ്രധാനമന്ത്രി സമ്മാൻ യോജന പ്രകാരം 6000 രൂപ നൽകുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണല്ലോ. അപ്പോൾ കർഷകരുടെ ആത്മഹത്യ എന്ന് പറയുന്നതിനെ സ്വാഭാവികമായിട്ട് അത് ചിലപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് നടന്ന ആ പ്രസാദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കർഷക ആത്മഹത്യ പറയുന്നതെങ്കിൽ ശരിയാണ്, അത് ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നമുക്കറിയാം 4 പില്ലേഴ്സാണ്. അതിൽ 1 കർഷകർ, 2 യുവാക്കൾ, 3 ദരിദ്രർ, 4 സ്ത്രീകൾ. ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ നേട്ടം. നേരത്തെ മതേതരത്വം പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിയൻ സോഷ്യലിസം കൂടി നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ ഗാന്ധിയൻ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള കാരണം ഞങ്ങൾ ഇടപെടാതിരുന്നതാണ്. ഒന്ന്, കാർഷിക മേഖലയിലെ ഗ്രോത്ത് എത്രയാണെന്നറിയാമോ പ്രിന്റു മഹാദേവി? ബഡ്ജറ്റ് പ്രകാരം സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മൊത്തം രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.3% ആകുമ്പോൾ രാജ്യത്തിന്റെ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് എത്രയാണെന്നറിയാമോ പ്രിന്റു മഹാദേവ്?
റിന്റു കേൾക്കാമോ? പറയൂ സാർ. 1.8% അഗ്രികൾച്ചർ മേഖലയിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതായത് സേവന മേഖലയ്ക്കും താഴെ ഈ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് എത്തി നിൽക്കുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ സർക്കാർ എത്ര രൂപ മാറ്റിവെച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ മാറ്റിവെച്ചിരിക്കുന്നത് ഡിഫൻസിലാണ്. കാർഷിക മേഖലയിലേക്ക്, അഗ്രികൾച്ചറിലേക്ക് എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത് മൊത്തം GDP-യുടെ കണക്കുണ്ടോ? അല്ല സാർ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഈ GDP-യുടെ എത്ര ശതമാനം മാറ്റിവെക്കാനുള്ളൊരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ലല്ലോ സാർ ഇത്. സമ്പൂർണ്ണ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് എത്രയാണോ അത് മാറ്റിവെക്കുക. ഇപ്പോഴെന്താണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബഡ്ജറ്റ് എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലെ ഈ ബഡ്ജറ്റിനെ നിങ്ങൾ കാണരുത്. കേവലം 2 മാസത്തേക്കുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റ്. അത് ജൂലൈയിൽ വരട്ടെ. ജൂലൈയിൽ വരുന്ന സമയത്ത് നമുക്ക് മഹാദേവ് പറഞ്ഞതുപോലെ ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുമ്പോൾ ഇതേക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ ഒരു റോഡ് മാപ്പിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അപ്പോൾ അറിയാം. ഇപ്പോൾ അതേക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ശ്രീ എ ആരിഫ് MP കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട്. ശ്രീ എ ആരിഫ് MP, ഇന്നിപ്പോൾ അവതരിപ്പിച്ചത് ഇടക്കാല ബജറ്റാണ്. 2019 സാഹചര്യം മറ്റൊന്നായിരുന്നു. അന്ന് ഒരു സമ്പൂർണ്ണ ബജറ്റ്, വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ. പക്ഷേ ഇത്തവണ തുടർഭരണം ഉറപ്പാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ബജറ്റ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ബജറ്റ് പ്രസംഗത്തിന് ശേഷം നമ്മൾ കാണുന്നു. 58 മിനിറ്റ് പ്രസംഗത്തിന് സിംഹഭാഗവും ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയോടുകൂടി സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ എടുത്തു പറയുന്ന ധനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. ഓരോ മേഖലയെക്കുറിച്ചും പറയേണ്ടതിന് പകരം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണമിട്ട് പറയുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതൊരു ഇന്ററിം ബജറ്റാണ് എങ്കിൽ പോലും പ്രഖ്യാപനങ്ങൾ വേണ്ടതില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് ഈ ബജറ്റിലൂടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണോ കേന്ദ്ര സർക്കാർ? ശ്രീ എ ആരിഫ്. അത്തരം ഒരുപാട് ആത്മവിശ്വാസങ്ങളുടെ പ്രതിഫലനങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും. ഒന്നും സംഭവിക്കാനില്ല, ഇന്ത്യ വല്ലാതെ വെട്ടിത്തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞുള്ള പല പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് അങ്ങനെയുള്ള അമിത ആത്മവിശ്വാസങ്ങൾ ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ തകർന്നടിഞ്ഞ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു വെർഷൻ മറ്റൊന്നാണ്. നമ്മുടെ രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്രയും വലിയ വിദേശ കടബാധ്യതയിലാണ്. നമ്മളതൊക്കെ മറച്ചു പിടിക്കുകയാണ്. നമ്മളിപ്പോ ഇന്ത്യ സർക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് IMF ഇന്ത്യയെ വാൺ ചെയ്യുന്നത്. നമ്മളിപ്പോ സ്റ്റേറ്റുകളും ഇന്ത്യയും കൂടി ചേർന്ന് എടുത്തിട്ടുള്ള കടകൾ 205 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ വിദേശ കടബാധ്യത. നമ്മുടെ സ്റ്റേറ്റുകളുടെ ആഭ്യന്തര കടബാധ്യത കൂടെ നോക്കുമ്പോൾ GDP-യുടെ ഏതാണ്ട് 100% എന്നാണ് IMF നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും അധികം വരുന്ന വലിയ കടബാധ്യത നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇത്രയും അധികം ഇതിനപ്പുറത്തേക്ക് മുന്നോട്ട് ഇനി പുതിയ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന അത്ര മെച്ചമല്ല എന്നുള്ളതിന്റെ ഒരു ഒളിച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രകടനം മാത്രമാണ്. സമ്പദ്ഘടനയുടെ വളർച്ചയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലുള്ള ഗ്രോത്ത് റേറ്റ് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഇത് പുറമേ ഉള്ള ഈ ഗ്രോത്ത് റേറ്റ് കാണിക്കലാണ്. വാസ്തവത്തിൽ നമ്മുടെ കടബാധ്യത എടുത്ത് നോക്കുമ്പോൾ ഈ ഇന്ത്യ രാജ്യം അകപ്പെട്ടിരിക്കുന്ന കടബാധ്യത വളരെ വലുതാണ്. ആ കടബാധ്യത നിന്നുകൊണ്ട് മാത്രം ഇതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ രാജ്യത്തിന് കാണിക്കാൻ പറ്റും. ഒരു പക്ഷേ ഇത് ഞാൻ ശ്രീ എ ആരിഫ്, അങ്ങ് IMF-നെ കോട്ട് ചെയ്തത് കൊണ്ട് IMF-ന്റെ ഒരു കണക്ക് കൂടി അങ്ങയോട് ചൂണ്ടിക്കാട്ടാം. അതിന് കൂടി അങ്ങ് മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. IMF-ന്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രസ്താവന, അത് ഇന്ത്യയാണ് 6.5 എന്ന ഗ്രോത്ത് റേറ്റിലേക്ക് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് എക്കണോമിക് ഔട്ട്ലുക്ക് എഹെഡ് ഓഫ് ബജറ്റ് എന്ന തലക്കെട്ടിലാണത് വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ് IMF-ന്റെ ഈ ഒരു ഫോർകാസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. 6.5% ഗ്രോത്താണ്, വളർച്ചാ നിരക്കാണ് IMF ഇപ്പോൾ ഇന്ത്യക്ക് പ്രവചിക്കുന്നത് 2024. ചൈനയുടേത് 4.6% മാത്രമാണ്. 2025 ആകുമ്പോൾ അത് 4.1 താഴുമെന്ന് പറയുകയാണ്. അപ്പോൾ വളരെ ബ്രൈറ്റ് സ്പോട്ടിലാണ് ഇന്ത്യ എന്ന് IMF പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. യെസ്, ഞാൻ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ പറയുമ്പോൾ പോലും അതാ ഞാൻ പറഞ്ഞത്, ഗ്രോത്ത് റേറ്റിന്റെ ഒരു ഭാഗം നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മുടെ അവസ്ഥ എന്താ? ഈ വിദേശ കടബാധ്യതയിൽ എവിടെയെങ്കിലും നമ്മൾ GDP-യുടെ 100% നമ്മൾ വാങ്ങിയിരിക്കുന്നു എന്ന IMF-ന്റെ വാണിംഗ് അവർ പിൻവലിച്ചിട്ടില്ല. നമ്മൾ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രോത്തിന്റെ റേറ്റിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കാണിക്കുമ്പോൾ തന്നെ ഇന്റേണലി നമ്മൾ അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത്, ഒരുപക്ഷെ BJP വളരെ അമിത ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിനി അധികാരത്തിൽ വന്നു എന്ന്
സങ്കല്പിച്ചാൽ ഈ കടബാധ്യതകളെ എല്ലാം അതിജീവിക്കാനുള്ള അധിക നികുതി ബാധ്യതയായിരിക്കും രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നതുകൂടി ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പോലും നേരത്തെ ശ്രീ ധനകാര്യ വിദഗ്ധൻ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് മറക്കാനാവുമോ, മറച്ചു പിടിക്കാനാവുമോ? ഞാൻ തന്നെ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമായി 58,000 കൃഷിക്കാർ ഈ കഴിഞ്ഞ 8 കൊല്ലം, ഞാൻ 2 കൊല്ലം മുമ്പുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ്, 2 കൊല്ലമല്ല 1.5 കൊല്ലം മുമ്പുള്ള എന്റെ പാർലമെന്റിലെ മറുപടിയാണ്, എനിക്ക് തന്ന മറുപടിയാണ്. 58,000 കൃഷിക്കാർ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന്റെ കണക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിരിക്കുന്ന കണക്കാണ്. അവിടെ നിന്ന് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ വാഗ്ദാനം എവിടെ നിൽക്കുന്നു? ഇപ്പോൾ കൃഷിക്കാരുടെ അവസ്ഥ എവിടെ നിൽക്കുന്നു? രാജ്യം 45 വർഷക്കാലത്തിനിടയിൽ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ എക്കണോമിക് സർവേ ഇന്നലെ വെക്കേണ്ടതായിരുന്നു. ഇന്ന് ഈ ഇൻട്രീം ബഡ്ജറ്റ് വരുന്നതുകൊണ്ട്, അത് തന്നെ ഇൻട്രീം ബഡ്ജറ്റ് ആയതുകൊണ്ട് എക്കണോമിക് സർവേ വേണ്ട എന്ന് തീരുമാനിച്ചു, വന്നില്ല. പക്ഷേ 1.5 കൊല്ലം മുമ്പ് വെച്ചിരുന്ന, 2 കൊല്ലം മുമ്പ് വെച്ചിരുന്ന എക്കണോമിക് സർവേ എന്താ പറഞ്ഞത്? രാജ്യം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്നത്. അത് അഡ്രസ് ചെയ്തോ? നമ്മൾ ഇന്റർനാഷണൽ പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് എടുത്തു നോക്കിയേ. ഐക്യരാഷ്ട്രസഭയുടെ UN പോവർട്ടി ഇൻഡെക്സിന്റെ ഇതെടുത്തു നോക്കി. നമ്മളിപ്പോ 25 കോടി ആളുകളെ ദാരിദ്ര്യരേഖയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുമ്പോൾ പോലും റീസെന്റ് ആയിട്ടുള്ള അറ്റ് പ്രസന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ നോക്കൂ. ഇന്ത്യ രാജ്യത്തിന്റെ പോവർട്ടി ഇൻഡെക്സ് നോക്കുമ്പോൾ നമ്മൾ അത്ര സേഫ് സോണിലല്ല. അതുപോലെ നമ്മുടെ ജനങ്ങളുടെ ഇപ്പൊ ധനകാര്യമന്ത്രി അവകാശപ്പെടുന്ന പോലെ ജനങ്ങളുടെ വാങ്ങൽ കഴിവിനെ വർദ്ധിപ്പിച്ചു, അത് വർദ്ധിപ്പിച്ചു, ഇത് വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ സ്ഥിതി എന്താ? നമുക്ക് ഗ്യാസിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണണ്ടേ? ഏതെല്ലാം നമ്മുടെ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസിനെ അഡ്രസ് ചെയ്തോ? അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാം അത്ര സേഫ് സോണിലല്ല. നമ്മളിപ്പോ ഇതൊന്നും ഇല്ലാതെ ഒരു അമിത വിശ്വാസം ആയിക്കോട്ടെ, ആ അമിത വിശ്വാസം അവരെ വിനാശത്തിലേക്ക് നയിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളില്ല, ആ വലിയ പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ബജറ്റിൽ നിന്നും ചില സാമ്പത്തിക വിദഗ്ധരെങ്കിലും വിശകലനം ചെയ്തത്, വിലയിരുത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, വോട്ട് ബാങ്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്ത്രീകളെ സംബന്ധിച്ച്, വനിതകളെ സംബന്ധിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. അതുപോലെ തന്നെയാണ് യുവാക്കളുടെ വിഷയവും. തൊഴിലില്ലായ്മ നിരക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ള നമ്മുടെ മുന്നിലുള്ള കണക്കുകളുണ്ട്. പാർലമെന്റിലുണ്ടായ പുക പ്രതിഷേധത്തിന് ശേഷം ആ പ്രതിഷേധം നടത്തിയവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ 30% കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നും ഈ ബജറ്റിലില്ല. അതിനെങ്ങനെയാണ് ലീഗ് വിലയിരുത്തുന്നത്? ബജറ്റിന് ഒരു പ്രൊജക്ഷൻ ഇതാണ്: വികസിത് ഭാരത് 2047. 2047 ഭാരതത്തിനെ നിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഇരുന്നോളൂ. അതുവരെ നിങ്ങൾ കുറേ ത്യാഗവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കേണ്ടി വരും. പ്രധാനമായും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഗരീബാണ്, പുവർ ആളുകളാണ്, പിന്നെ മഹിളായോ, പിന്നെ യുവ, പിന്നെ അന്നദാത. ഞങ്ങൾ അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാനിതിൻ്റെ പൊളിറ്റിക്സാണ് ഈ പറയുന്നത്. ഇത്രയും കാലം നേരത്തെ സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ലേ? ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില മുമ്പുണ്ടായിരുന്നതിൻ്റെ നേർപകുതി നിൽക്കുമ്പോൾ അതിനിപ്പോൾ നടക്കുന്ന നികുതി ഉൾപ്പെടെയുള്ള ഈ തുക ഇത് അടിച്ചേൽപ്പിക്കുന്നത് ഗരീബിൻ്റെ അടുത്താണ്. അവരുടെ പണപ്പെരുപ്പവും ഇവിടുത്തെ കടുത്ത അസഹനീയമായ വിലയും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇന്നും പാചകവാദത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ അഡ്രസ്സ് ചെയ്യും 2047 2047 വരെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സസ്റ്റെയിൻ ചെയ്തോളൂ എന്ന് പറയും. ഇനി ഗരീബ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ ഈ പ്രധാനപ്പെട്ട വലിയ കോർപ്പറേറ്റുകളാണോ ഗരീബായിട്ട് അവർ കണക്കാക്കിയെന്ന് എനിക്കറിയില്ല. യൂത്തിൻ്റെ കാര്യം, യുവ എന്ന് പറഞ്ഞാൽ യുവയുടെ ആണല്ലോ ഇപ്പോൾ ബഡ്ജറ്റ് പ്രൊവിഷൻസ് ഒക്കെ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. 1 ലക്ഷം കോടി കൊടുത്തിരുന്നിടത്ത് 60,000 ആക്കി, പിന്നെ 86,000 ആക്കി. അവർക്ക് ഞാൻ പറഞ്ഞത് യാതൊരു അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് ബഡ്ജറ്റ് സ്പീച്ചാണോ അതോ ഒരു ഗിമ്മിക്കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. എന്നിട്ട് ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതായത് യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ജനങ്ങൾ ചില കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാഹചര്യത്തിൽ പോലും കാര്യമാണല്ലോ മുഹമ്മദ് ഷാ പറഞ്ഞത്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നോക്കൂ. 2014 16 IIT-കൾ ഉണ്ടായിരുന്നത് 2023 ആകുമ്പോഴേക്കും 23 IIT-കളായിട്ട് മാറുകയാണ്. എയിംസിന്റെ കാര്യത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്ന UPA കാലത്ത് നിന്നും അത് 22 എയിംസിന്റെ കാലത്തേക്ക് മാറുകയാണ്. 2014 721 സർവകലാശാലകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 1113 സർവകലാശാലകൾ എന്ന കണക്കിലേക്ക് മാറുന്നു. 43 കോടി രൂപ മുദ്ര ലോൺ പ്രകാരം ചെറുപ്പക്കാർക്ക് കിട്ടി. അതിൽ 1.4 കോടിയിലധികം ചെറുപ്പക്കാർ സ്കിൽഫുള്ളി അവരുടെ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു എന്റർപ്രണർഷിപ്പിൽ. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് മോദി കാലത്താണ് എന്നാണ് നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് പറയുന്നത്. അല്ല, ഇതെല്ലാം ഒരു പ്രൊജക്ഷനാണ്. ഞാൻ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് അതിൻ്റെ പീക്കിൽ തന്നെയാണ്. ഇവിടുത്തെ യുവാക്കൾ പ്രശ്നത്തിലാണ്, അവർ മൈഗ്രേഷനിൽ തന്നെയാണ്. അവരിവിടെ ക്യാമ്പസ് സെലക്ഷൻ പോലും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. 30% താഴെയാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ക്ലാസ് ഇവിടുത്തെ അന്നദാത ഫാർമേഴ്സിൻ്റെ, ഇപ്പോൾ പറഞ്ഞല്ലോ, അരുൺ തന്നെ പറഞ്ഞില്ലേ, അവരുടെ ഈ പറഞ്ഞ 7ന്റെ മുകളിൽ GDP ഗ്രോത്ത് നിൽക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് 1% നിൽക്കുകയാണ്. എന്നിട്ട് അവരാണ് നമ്മളൊരു മേജർ കാസ്റ്റായിട്ട് ഞങ്ങൾ കൂട്ടി. കാസ്റ്റ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾക്കിന്ന് കാസ്റ്റ് ഒന്നുമില്ല, നമുക്ക് 4 കാസ്റ്റേ ഉള്ളൂ: ഗരീബും, മഹിളായും, യുവയും, അന്നദാതായും. ഇതൊരു പ്രൊജക്ഷനാണ്. ഈ പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ട് ഒന്നും കൊടുക്കേണ്ടതില്ല. ഞങ്ങൾക്ക് പറയേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് സമയാസമയത്ത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഇമോഷൻസിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് തിരിച്ചറിയേണ്ട ഇവിടുത്തെ ജനങ്ങളാണ്. ജനകീയ പ്രശ്നങ്ങൾ വേണം ചർച്ചയിലേക്ക് വരാൻ. ജനകീയ വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടത് 2047 ഒരു പ്രൊജക്ഷൻ കാണിച്ചിട്ട് അവരൊരു സ്വപ്നമല്ല കൊടുക്കേണ്ടത്. ഇന്നത്തെ ജീവിത നിലവാരത്തിലേക്കാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അത് ഈ ബജറ്റിൽ മാത്രമല്ല, മുമ്പും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യേണ്ട കാലഘട്ടത്തിൽ നിൽക്കുന്നുവെന്ന് ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ഈ സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം ആരുടെയാണെന്ന് എനിക്കറിയില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്നത് ആരുടെ തീരുമാനമാണെന്ന് അറിയില്ല. ആരുടെയാണെങ്കിലും ജനങ്ങളോടുള്ള കടുത്ത ക്രൂരതയാണ്. ഈ 3 മാസമെങ്കിലും ഒരു വിട്ടുവീഴ്ച കിട്ടുമെന്ന്. പ്രിന്റു മഹാദേവ്, ഈ ബജറ്റിനെ പല ടെർമിനോളജി ഉപയോഗിച്ചാണ് നിർമ്മലാ സീതാരാമൻ വിശേഷിപ്പിച്ചത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സെക്കുലറിസം ഇൻ ആക്ഷൻ. അതിനുശേഷം ഈ ജയ് ജവാൻ, ജയ് വിജ്ഞാൻ, ജയ് കിസാനോടൊപ്പം ജയ് അനുസന്ധാൻ, ഗവേഷണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. പക്ഷേ എന്താണ് ഈ ബഡ്ജറ്റിന്റെ ഫോക്കൽ പോയിന്റ്? എവിടെയാണ് ഈ ബഡ്ജറ്റ് കേന്ദ്രീകരിക്കുന്നത്? എന്താണ് ഈ ബഡ്ജറ്റിന്റെ പോളിറ്റിക്സ്? അത് കൃത്യമായി നമുക്ക് നിർവചിച്ച് കഴിയാൻ പറ്റാത്തിടത്തോളം ഈ ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു പ്രചരണം മാത്രമായിരുന്നു. അത് ചെയ്തു, ഇത് ചെയ്തു, ഞങ്ങൾ വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ്. നാരീശക്തിയുടെ ഉത്സവമായിരിക്കും ഈ ബഡ്ജറ്റ് സമ്മേളന കാലം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നാരീശക്തിക്ക് എന്തുണ്ട് ഇതിൽ? അരുൺ സാർ, ഇതിനകത്ത് ഞാനൊരു ആരിഫ് സാർ പറഞ്ഞതിലൊരു തിരുത്ത്, അതൊന്ന് തിരുത്താൻ അനുവദിക്കണം. കാരണം മറ്റൊന്നുമില്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ GDP കടം എന്ന് പറയുന്നത് GDP-യുടെ പകുതിയാണെന്ന്, അല്ല 50% 45% അദ്ദേഹം പറഞ്ഞു. അതിനകത്തൊരു തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരള സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെയും തമിഴ്നാടിന്റെ അങ്ങനെ സംസ്ഥാനങ്ങൾ എടുത്ത കടത്തിന്റെ ആകെ കടം നോക്കിയിട്ടാണ് ഇന്ത്യയുടെ കടം കണക്കാക്കിയിട്ടുള്ളത്. സാർ മനസ്സിലാക്കണം, ഇത് രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ കടം എന്ന് പറയുന്നത് 86.7 ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റിന്റെ വരുന്നത് 86.7. നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ളത് സ്റ്റേറ്റ് വരുന്നുള്ളൂ. മാത്രമാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഡോക്യുമെന്റ്സ് നോക്കൂ. അതെ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നിങ്ങൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ കടവും, ഇപ്പൊ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ കടം 1,74,00,000 കോടിയാണ്. നിങ്ങൾ ഈ കടബാധ്യത കൂടി കേന്ദ്ര സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് പ്രിന്റു മഹാദേവ, കേരളത്തിൻ്റെത് 4 ലക്ഷം, എത്രയാണ്? 4 ലക്ഷം കോടി അല്ലേ കേരളത്തിന്റെ കടം? കേന്ദ്രത്തിന്റെ എത്രയാണെന്ന് അറിയാമോ? 3 ലക്ഷത്തി 4 ലക്ഷം കോടി കൂട്ടിക്കോളും. കേരള രാജ്യത്തിന്റെ മൊത്തം കടം എത്രയാണെന്ന് അറിയാം? പറയും. ഏറ്റവും ഒടുവിൽ 169 കോടി എന്ന് പറയുന്നു. 205 കോടി എന്നാണ് കണക്ക്. 205 ലക്ഷം കോടി. 205 ലക്ഷം കോടി. ഓക്കെ സാർ. നമ്മളുടെ GDP എത്ര സാർ? GDP-യുടെ എത്ര ശതമാനമാണ് കടം? അത് പറയൂ. അല്ല, GDP എത്രയാ നമ്മുടെ GDP എത്രയാ സാർ? നമ്മളുടെ GDP എത്രയാ? പറയൂ. റവന്യൂ വരുമാനം എത്രയാ? പറയൂ. ഇപ്പൊ റവന്യൂ വരുമാനം, ഈ കേരളത്തിന്റെ റവന്യൂ വരുമാനം എത്രയാ സാർ?
അതെ, റവന്യൂ വരുമാനത്തിന് എത്രയാണ് എടുക്കാൻ കഴിയുക? റവന്യൂ വരുമാനത്തിന്റെ എത്ര വായ്പ? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിന്റു. കേരളത്തിൽ റവന്യൂ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിന് എടുക്കാൻ കഴിയുക ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം? 29%. അല്ല സാർ, 3%. 3% എടുക്കാൻ സാധിക്കും ഈ ധനകാര്യ മാനേജ്മെന്റ് നിയമപ്രകാരം. ശരിയല്ലേ പ്രിന്റു? സമ്മതിക്കുന്നില്ലല്ലോ, 1.9 അല്ലേ ഉള്ളൂ. അതെ അതെ ശരി, അതെ അതെ അതെ. ശരി, 3% എടുക്കാൻ അതെ സാധിക്കും. സാർ, അതെ സാർ. എന്നാൽ കേന്ദ്രത്തിനോ? ആ. പ്രിന്റു കേൾക്കുന്നോ? കേരളത്തിന് 3% എന്ന റെസ്ട്രിക്ഷൻ. കേന്ദ്രത്തിന്റെ പരിധി- കേന്ദ്രത്തിന് അല്ല, 5.8 ആവാം, 5.1 ആവാം, 6.5 അല്ല, വേണമെങ്കിൽ restriction ആവാം. കാരണം- നമ്മുടെ ഫിസ്ക്കൽ അല്ല, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതല്ല. ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് കേന്ദ്രത്തിന്റെ GDP ഗ്രോത്തും റവന്യൂ വരുമാനം കണ്ട് നമുക്ക് 1.9 ഉള്ളൂ. സാർ, ഞാൻ കേരള- പെർസെന്റേജ് വൈസാണ് കേരളത്തിന്റെ ചോദിച്ചത് പ്രിന്റു അടിസ്ഥാന മഹാദേവ്. മേഖലയിൽ കേരളം സംസ്ഥാനത്തിന് അല്ല. കടമെടുക്കാൻ ഒരു പരിധിയും കേന്ദ്രത്തിന് മറ്റൊരു പരിധിയും എന്നില്ല. നമ്മുടെ നിയമത്തിൽ എല്ലാം GDP-യുടെ 3%-നുള്ളിൽ വേണം. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് വരുമ്പോൾ 5% ആകാം, കേരളത്തിന് വരുമ്പോൾ 3% മാത്രമേ ആകാൻ കഴിയൂ. ഇതല്ലേ ഇരട്ടത്താപ്പ് പ്രിന്റു? അല്ല അല്ല അങ്ങനെ സാർ, റവന്യൂ വരുമാനവും GDP-യും കേരളത്തിലെ GDP-യും റവന്യൂ വരുമാനവും തമ്മിലുള്ള ആനുപാതികമായി ബന്ധമുണ്ടല്ലോ സാർ. ആ ആനുപാതിക ബന്ധത്തിനനുസരിച്ചുള്ള കടമെടുപ്പ്, പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെത് മാത്രമല്ലല്ലോ സാർ. 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യമാണ് സാർ ചെയ്യുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനല്ലോ കടമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കൂടി ചേർത്ത് ചർച്ച ചെയ്യണം. മുൽഖാൻ, ഓക്കേ. ക്ഷമിക്കണം, ഞാൻ ശ്രീ ആരിഫ്, ശ്രീ ആരിഫ് അതെന്തോ ഇടപെട്ട് സംസാരിച്ചു. അല്ല, ഞാൻ എന്റെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മുൻ നീതി ആയോഗിന്റെ സിഇഒയുടെ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ അതെ. പ്രിന്റു, നമുക്ക് ഈ കണക്കിൽ ഓരോ ടേംസിലേക്ക് വരാം. നോക്കൂ, നാരീശക്തിയുടെ കാര്യത്തിൽ 30 കോടി സ്ത്രീകൾക്ക് ഈ മുദ്ര ലോൺ കൊടുത്തു എന്നതാണ് സർക്കാർ വലിയ കുട്ടിഘോഷിക്കുന്ന കാര്യമായിട്ട് പറയുന്നത്. മുദ്ര ലോണാണ്, തിരിച്ചടയ്ക്കേണ്ട പണമാണ്. 2, ഈ 1 കോടി സ്ത്രീകൾക്ക് 83 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴി ഈ ലാഖ്പതി ദിദീസ് എന്ന് പറയുന്ന പദവിയിലേക്ക് അവരെ മാറ്റുന്നു. 1 കോടി കൂടിയേ കൂട്ടിയിട്ടുള്ളൂ, 2 കോടി 3 കോടിയാക്കി മാറ്റി. ഇതാണോ സാർ ഈ നാരീശക്തി ഉത്സവം? അല്ല അല്ല, നാരീശക്തി ഉത്സവം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്ത്രീകളുടെ ഉന്നമനത്തെ ശാസ്ത്രീയമായിട്ട് പദ്ധതികൾ കൃത്യമായിട്ട് സ്ത്രീകളിൽ എത്തിക്കുക, സ്ത്രീകളുടെ ഉന്നമനമാണ് സാർ. അതുകൊണ്ടാണ് നോക്കൂ, 4 കോടി വീടുകൾ സാർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയും, കുടുംബനാഥ എന്ന് പറയുന്ന സങ്കല്പം സ്വാഭാവികമായിട്ട് ആ വീടിന്റെ അവകാശം എന്ന് പറയുന്ന സ്ത്രീയാണ്. 4 കോടി വീട് ഈ രാജ്യത്തിലെ സ്ത്രീകൾ സമൂഹത്തിന്റെ അല്ല പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. 4 കോടി വീടുകൾ സാർ, ഈ ഉജ്ജൽ ഗ്യാസ് യോജന, കുടിവെള്ളം ഒരു പ്രശ്നമല്ല സാർ. ഈ രാജ്യത്തിലെ 10 കോടി, ഈ കുടിവെള്ള പ്രശ്നത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീ സമൂഹമല്ലേ. 10 കോടി കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീ ശാക്തീകരണമല്ലേ സാർ നടക്കുന്നത്. ഉജ്ജൽ ഗ്യാസ് യോജനയിലൂടെ സ്ത്രീ ശാക്തീകരണമല്ലേ നടക്കുന്നത് സാർ. ഈ രാജ്യത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട് സാർ. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ നോക്കൂ, UPS സർക്കാരിന്റെ സമയത്ത് 1000-ൽ താഴെ സ്റ്റാർട്ടപ്പ് പദ്ധതികളായിരുന്നു. ഇന്ന് 1,42,000 സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്. അതിലെ 41% കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് സാർ. അവിടെ നടക്കുന്നത് 33% സംവരണം. ആനന്ദ് മഹേന്ദ്ര പറഞ്ഞിട്ടുണ്ട് 90% സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ പരാജയമാണെന്ന്. അങ്ങനല്ലേ സർക്കാരിന്റെയും വിലയിരുത്തൽ? അല്ല, അങ്ങനെ പറയില്ല സാർ. എങ്ങനെയാ ഓരോ 4 മണിക്കൂറിലും ഒരു സ്റ്റാർട്ടപ്പുകൾ ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ. അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ ഇങ്ങനെ 4 മണിക്കൂറിൽ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി ഉണ്ടാവുമോ സാർ? അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇടപെടാം. അതിനു മുൻപ് ശ്രീ പ്രിന്റു മഹാദേവ്, നമ്മൾ ഈ മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സർക്കാരിന്റെ വകയിരുത്തൽ കൂടി ഒന്ന് കാണണമല്ലോ സാർ. 30% GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് ഈ മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ. ആ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഈ ബഡ്ജറ്റ് നീക്കി വെച്ചിരിക്കുന്നത് പ്രിന്റു മഹാദേവ്? കർഷകർക്കില്ല, SMEക്ക് ഈ പറയുന്ന 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ എക്സ്പോർട്ടിൽ 40-48% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവരെ എങ്ങനെയാണ് ഈ സർക്കാർ സംരക്ഷിക്കാൻ പോകുന്നത് പ്രിന്റു മഹാദേവ്? മാത്രമല്ല തെരുവ് കച്ചവടക്കാർ സാർ, ആരിഫ് സാർ ഞാൻ പറയട്ടെ, തെരുവ് കച്ചവടക്കാർക്ക് 75 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് ധനസഹായം നൽകിയ സർക്കാരാണ് സാർ 3 മാസം കൊണ്ട്.
ഈ 3 മാസത്തിൽ 75 ലക്ഷം MSME കിടക്കട്ടെ, MSME കഴിഞ്ഞ പദ്ധതി കൃത്യമായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സാർ. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പരാമർശം അല്ലെങ്കിൽ UN ഇൻഡെക്സ്, ഇപ്പോൾ ആരിഫ് സാർ പറഞ്ഞു ഈ UN ഇൻഡെക്സ് പ്രകാരം 125 രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം 115 ബംഗ്ലാദേശിനേക്കാൾ പാകിസ്ഥാനേക്കാളാണ് താഴെ നമ്മളെന്ന്. സാർ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് നിങ്ങൾ UN ഇൻഡെക്സ് പറയുന്നത്? നിങ്ങൾ ഒരു ലോജിക്ക് വേണ്ടേ? നിങ്ങൾ ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ കുരുക്കിലാക്കാൻ ചില വ്യക്തികളുടെ പരാമർശം. ശരി, ഇപ്പോ എന്നാൽ NSSOയുടെ കണക്ക് പറയൂ. NSSOയുടെ കണക്ക് പറയൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കാം. ഒരൊറ്റ കാര്യം, അതായത് ഈ കോവിഡ് സമയത്തുണ്ടായിരുന്ന പാക്കേജിൽ, ആ പാക്കേജിന്റെ സമയത്ത് ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് 40% ഉണ്ടായിരുന്നത് 22% കുറച്ചു കൊടുത്തു. കുറേ മേഖലകൾക്ക് പുതിയതായിട്ട് വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 15% താഴ്ത്തി കൊടുത്തു. ഇത് ഇന്ന് നിലനിർത്തുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ പറയാണ്. 7% ഗ്രോത്തിലേക്ക് പോയിരിക്കുന്ന ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് മേഖല റിവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സിന്റെ കാര്യത്തിൽ റോബസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ടാക്സ് വർദ്ധിപ്പിക്കാൻ തയ്യാറാവാത്തത്? അതേസമയത്ത് സാധാരണക്കാരന് എന്താണ് കൊടുത്തത്? എന്ത് കൊടുത്തിട്ടാണ്? അപ്പൊ അത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ടും വലിയ നേട്ടമായിട്ട് എണ്ണി പറയുമ്പോൾ ഈ കോവിഡ് കാലത്ത് ആ പാക്കേജിന്റെ ഭാഗമായിട്ട് കുറച്ചു കൊടുത്ത് ശരി. പക്ഷെ ഇപ്പൊ അവകാശപ്പെടുന്ന വലിയ കുതിപ്പിലേക്ക് പോകുന്നു, 3ാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോകുന്നു, 7% വളർച്ച പോകുന്നു, വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റുകളുടെ നികുതി അല്പം വർദ്ധിപ്പിക്കണ്ടേ? അവർക്ക് ഇത്ര വലിയ ഇളവെന്തിനാ? 2-2.5 ലക്ഷം 3 ലക്ഷം കോടി രൂപയോളം ഒരു വർഷം അതുമാത്രമായിട്ട് നഷ്ടപ്പെടുന്നത് രാജ്യത്തിന് അറിയാമോ? അപ്പൊ ഒരു $80 ക്രൂഡിന്റെ വില താഴ്ന്നിട്ട് 5 പൈസ കുറച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊടാൻ പറ്റില്ല. ഇതൊക്കെ അരുൺ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊപ്പര്യന്തമുള്ള ബഡ്ജറ്റുകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് നാരി ശക്തി, സ്ത്രീ ശക്തി, ബേട്ടി ബചാവോ, വികസിത് ഭാരത്, അതുപോലെ തന്നെ നിങ്ങളെ മീഡിയക്ക് ടാഗ് ലൈൻസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ ടാഗ് ലൈൻസ് വരുന്ന, മീഡിയയിൽ വരുന്ന കുറെ മുദ്രാവാക്യങ്ങൾ, കുറെ അതായത് അങ്ങ് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ മേമ്പൊടി എന്നോണം ചുരുക്കം ചില പദ്ധതികളിൽ ഇതുവരെ ചെയ്ത ക്ഷേമ പദ്ധതികൾ അത് പേരിട്ട് ഓരോ ഹെഡറാക്കി അത് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരെയും ശമ്പള വരുമാനക്കാരെയും ഈ ബജറ്റ് ലക്ഷ്യമിട്ടിട്ടേയില്ല. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു ഘട്ടമാണോ? കാരണം മുന്നോട്ടുള്ള പ്രയാണം, വികസന പ്രവർത്തനങ്ങൾ, ബജറ്റ് പ്രസംഗത്തിന്റെ ഓരോ പേജ് എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉയർന്ന വിലക്കയറ്റം, വലയുന്ന സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, അപ്പോൾ ഈ 4 ജാതികളിൽ ഒന്നായ പാവപ്പെട്ടവൻ ആശ്വസിക്കാൻ എന്താണുള്ളത് ഈ ബജറ്റിൽ? അതാണ് പ്രശ്നം. ഈ ഞാൻ പറഞ്ഞ മുദ്രാവാക്യ സമാനമായിട്ട് പില്ലേഴ്സ് എന്ന് പറഞ്ഞു, കർഷകന്റെ കാര്യം പറഞ്ഞു, യൂത്തിനെ പറഞ്ഞു, ദരിദ്രരെ പറഞ്ഞു, സ്ത്രീയെ പറഞ്ഞു. ഇവർക്ക് എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അവർ വലിയ പില്ലേഴ്സാണ്, വലിയ സംഭവമാണ്. പക്ഷെ എന്താണ് ബഡ്ജറ്റിൽ സ്പെസിഫിക് ആയിട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടി പറഞ്ഞത്? പ്രഖ്യാപനങ്ങളും ഈ 4 ജാതികൾ എന്നുള്ള പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് ആദ്യം വരുന്നത് കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചപ്പോഴാണ്. അപ്പോഴാണ് 4 ജാതി, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിപ്പോൾ ഒരു മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്യുകയാണ്. പിന്നെ ഈ വാഗ്ദാനങ്ങളുടെ ഒരു കാര്യം, നോട്ട് നിരോധിച്ചതിന് ശേഷം എന്നെ പച്ചയ്ക്ക് കൊളുത്തിക്കോ, വികസനം ഉണ്ടായില്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കൊളുത്തിക്കോ എന്ന് പറഞ്ഞു. 2022 കർഷകന്റെ വരുമാനം ഇരട്ടിയാവും എന്ന് പറയും. ഇനിയിപ്പോ 2047 നമ്മളാരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. വികസിത ഭാരത കേരളവുമായി ബന്ധപ്പെട്ട് എയിംസ് എന്ന ആവശ്യം ലോകത്തേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നങ്ങൾ, ആ ഡ്രീംസ് സെല്ല് ചെയ്ത് വിൽക്കുക, സ്വപ്നം വിറ്റുകൊണ്ട് പോവുക. ജയിക്കാനുള്ള സൂത്രം വേറെ ഉണ്ട്, അത് അവർക്കറിയാം. ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയും വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റ് ഇല്ല, ഇത്രയും വഞ്ചിച്ചു പോയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. കാര്യമില്ല. ശ്രീ ജോസഫ് ഒരു നിമിഷം. കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, എയിംസ് എന്ന ആവശ്യം കേരളത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. ഇത്തവണ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നോ? കാരണം 20-ലധികം സംസ്ഥാനങ്ങൾക്ക് ഇതിനകം കൊടുത്തു കഴിഞ്ഞു. എയിംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ട്, കേരളത്തിന് എന്തായാലും ഇല്ല. കേരളം ഇത്തവണയും മുന്നോട്ട് വെച്ചിരുന്നു. എയിംസിന്റെ കാര്യത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും തമ്മിൽ ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്
കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു എയിംസിന്റെ കാര്യം ഏറ്റവും ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ധൈര്യമായിട്ട് പൊക്കോളാൻ വന്നിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു എയിംസ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും പറഞ്ഞു. ഉറപ്പ് തന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. ബഡ്ജറ്റ് വന്നപ്പോ ഇല്ല. ഇനി അതിൽ പരം എന്താ വേണ്ടത്? ആഴ്ച കുറിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ ഇത്തവണ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താ? ഈ കടമെടുപ്പ് പരിധി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് മുന്നോട്ട് വെച്ചിരുന്നത്? കൂടാതെ പതിവായി നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഞങ്ങൾക്ക് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, ധനകാര്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെയിൽവേയുടെ വികസനം, നമ്മുടെ സോണിന്റെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കണ്ടെയ്നർ ടെർമിനലിന്റെ കാര്യം പറഞ്ഞു, നേമം ടെർമിനലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വ്യവസായിക ഇടനാഴിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നമ്മുടെ തീരദേശ അതുപോലെ ഹൈവേ പ്രോജക്റ്റുകൾക്കുള്ള സഹായം ചോദിച്ചിട്ടുണ്ട്, എയിംസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ നമ്മുടെ ആയുർവേദ സർവകലാശാല സെന്ററിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കാവുന്ന മാക്സിമം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വരുമ്പോ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പോലും ഒരെണ്ണം വയനാട് തന്നൊഴിച്ച വേറെ വന്നിട്ടില്ല. 50 ബ്ലോക്കുകൾ കഴിച്ചാൽ പ്രഖ്യാപിച്ച ഒരെണ്ണം കേരളത്തിന് കിട്ടിയിട്ടില്ല. ഇതെല്ലാം പറയും. ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നേരെ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഉത്തരേന്ത്യയിലേക്ക് പോകത്തുള്ളൂ. കേരളത്തിന് തരാൻ പോകുന്നില്ല. ഒരെണ്ണം പോലും തരാൻ പോകുന്നില്ല. ശ്രീ എ ആരിഫ്, ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ അനുവദിച്ചുവെന്നാണ്. UPA കാലത്തേക്കാൾ 7 മടങ്ങ് അധിക വിഹിതം എന്നാണ് പറഞ്ഞത്. ഞാൻ കോട്ട് ചെയ്യുന്നത് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയാണ്. അങ്ങനെയാണെങ്കിൽ അനുവദിച്ചില്ല എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? 35 അമൃത് സ്റ്റേഷനുകളും 92 മേൽപ്പാലങ്ങളും പുതുതായി അവഗണിച്ചു. പറയുന്നത് കേന്ദ്ര റെയിൽ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. അത് തെറ്റാണോ? തെറ്റിദ്ധരിപ്പിക്കലാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചത് നടപ്പായി കഴിഞ്ഞാൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയതാണ്. അനുവദിച്ചു എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അനുവദിച്ചു എന്നാണ് പറഞ്ഞത്. എന്തായാലും ശരി, കേരളത്തിന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നമുക്ക് പ്രഖ്യാപിച്ചതുപോലും ഇല്ല. തറക്കല്ലിട്ടതല്ലേ നമ്മുടെ നേമത്തെ ടെർമിനൽ. ഇതിന് തറക്കല്ലിട്ടത് എവിടെ പോയി? നമ്മുടെ പാലക്കാട് പിന്നെ സോണിന് വേണ്ടിയിട്ടുള്ള വന്ന് പ്രഖ്യാപിച്ചത് തറക്കല്ലിട്ടതല്ലേ? 2 മന്ത്രിമാർ പോയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് തറക്കല്ലിട്ടത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ട് പ്രഖ്യാപിച്ചു പോയത് പോലും നഷ്ടപ്പെട്ടു പോയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നടപ്പായി കഴിഞ്ഞിട്ട് പറയാവുന്നു. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഭിമാനത്തോടു കൂടി നിർമ്മലാ സീതാരാമൻ പറയുന്നത് 2005-2014 ദശകത്തെ അപേക്ഷിച്ച് 2014-23 ആകുമ്പോഴേക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് $596 ബില്യൺ ആണ്. അതൊരു ചെറിയ കണക്കല്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുവെന്ന് മാത്രമല്ല, ഗോൾഡൻ ഈറ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിർമ്മലാ സീതാരാമൻ. അപ്പോൾ അത് ഒരു വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്നതിന് ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ്. ലോകം വിശ്വസിക്കുന്നു ഇന്ത്യ വളരുകയാണ് എന്ന്. നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം IMF പോലും ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6.5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 7.3% ആണെന്ന് രാജ്യം പറയുമ്പോൾ മറ്റെല്ലായിടങ്ങളിലും സാമ്പത്തിക വളർച്ച എന്നുള്ളത് മുരടിപ്പിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ ആത്മവിശ്വാസമല്ലേ? $596 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലാസ്റ്റ് 10 years. ഡോക്ടർ അരുൺ, ഈ ഇതിനകത്ത് നിലനിൽക്കുന്ന ഇനീക്വാലിറ്റി കുറിച്ച് എന്താ പറയാത്തത്? ഈ ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് FDIയുടെ കാര്യത്തിൽ എന്താണ് സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായം എന്നറിയണം. ജോർജ് ജോസഫ്. 6.5% ഗ്രോത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയൊരു ഗ്രോത്തായിട്ട് സംഭവം ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങൾക്ക് 4%, 3% അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ 140 കോടി ജനങ്ങളുടെ മുന്നേറ്റത്തിന്, അവർക്ക് ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകുന്നതിന് ഇന്ത്യയുടെ മൊത്തം GDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 6.5 ഗ്രോത്തും അമേരിക്കയുടെ 1% ഗ്രോത്തും തമ്മിൽ എന്ത് തുലനമാണുള്ളത്? അപ്പൊ നമ്മൾ വെറും ന്യൂമറിക്കായിട്ട് നമ്മുടെ ഗ്രോത്തിനെ കണ്ടിട്ട് കാര്യമില്ല. വോളിയം ആ ഇക്കോണമിയിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഇക്കോണമി അല്ലേ? എന്താ സംശയം? ഗ്ലോബൽ ഗ്രോത്ത് റേറ്റ് 3.1% സ്റ്റാറ്റിക് ആണ്. ഇറ്റ്സ് നോട്ട് ഗ്രോയിങ്.
ഗ്ലോബലി ചൈന എവിടെ നിൽക്കുന്നു, സാർ, ഇന്ത്യ എവിടെ ആളോഹരി നിൽക്കുന്നു? വരുമാനം കൂടി സാർ, ഈ ലോകത്തിന്റെ ആളോഹരി വരുമാനം കൂടി മാനുഫാക്ചറിംഗ് നോക്കൂ. ഹബ്ബാണ് GDP ചൈന എന്ന് മാത്രമല്ല. പറയുന്നത്. അത് അംബാനിയുടെ ആളോഹരി വരുമാനം കൂടി ജനങ്ങളുടെ ജീവിത നിലവാരം എവിടെ നിൽക്കുന്നു? ആളോഹരി വരുമാനം കൂടുമ്പോ അതനുസരിച്ച് പണപ്പെരുപ്പവും വിലക്കയറ്റവും സാർ, യു.പി.എ. സർക്കാരിന്റെ സമയത്ത് 70,000 രൂപയാണ് സാർ. എനിക്കിന്ന് 2020 1,05,000 രൂപയാണ് സാർ ആളോഹരി വരുമാനം. പിന്നെ നിങ്ങൾ അങ്ങനെ പറയല്ലേ? സ്വാഭാവികമായ ഒരു വളർച്ച. അല്ല പ്രിന്റു, അതൊരു രസകരമായ കണക്കാണ് കേട്ടോ. പ്രിന്റു മഹാദേവ്, ഇപ്പൊ ജോർജ് ജോസഫും ആരിഫ് എംപിയും പറഞ്ഞതുപോലെ അദാനിയുടെ അംബാനിയുടെ ഒക്കെ പൈസയാണ് എന്റെയും പ്രിന്റിന്റെ ഒക്കെ പൈസയായിട്ട് പ്രിന്റു കണക്ക് കൂട്ടുന്നത്. എല്ലാം കൂടെ കൂട്ടിയിട്ട് അയച്ചാൽ മതി. അതാണ് കാര്യം. ക്യാപിറ്റൽ ടാക്സ് നോക്കൂ, നമ്മൾ വളരെ പിന്നിലാണ്. ഈ ടോപ്പ് 1% കൺട്രോൾ 60% ഓഫ് ദി റിസോഴ്സസ്. ആദ്യത്തെ 1% രാജ്യത്തിന്റെ 60% വിഭവങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന അവസ്ഥയല്ലേ പ്രിന്റു? അല്ല, നിങ്ങൾ അതിനെ പറയല്ല സാർ. നമ്മളിപ്പോ നോക്കൂ, നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ അങ്ങനെ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് എവിടെയാ വന്നിരിക്കുന്നത്? ഏത് മേഖലയിലാണ്? കാർഷിക മേഖലയിലും മാനുഫാക്ചറിംഗ് സെക്ടറിലും നിർമ്മാണ മേഖലയിലും ഫാക്ടറി രംഗത്തും അല്ലെങ്കിൽ റിയൽ ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് FDI വന്നിരിക്കുന്നത്? എക്സാക്ട്ലി, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല അതിനകത്ത് $200 ബില്യൺ എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും ഈ വിദേശ കമ്പനികൾക്ക് പിൻവലിച്ചു കൊണ്ടുപോകാവുന്ന ഒരു നിക്ഷേപം കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിന്റു മഹാദേവ്, പ്രിന്റു ചോദിച്ച ചോദ്യം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കണക്ക് അങ്ങനെ പറയരുത്. അംബാനിയുടെ കണക്കും അദാനിയുടെ കണക്കും കൂടെ എന്റെയും പ്രിന്റുവിന്റെയും പേരിൽ കൂട്ടി നമ്മുടെ ആളോഹരി വരുമാനം കൂട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? 60% ഇപ്പോഴും സർക്കാരിന്റെ സൗജന്യ ധാന്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് സർ ഇന്ത്യ. അരുൺ സാർ, ഒരു നിമിഷം ജോർജ് ജോസഫ്, അടിസ്ഥാന വികസനം പറയണല്ലോ സാർ. ഒരു സെക്കൻഡ്, ഞാൻ അതിനോട് ചേർത്ത് വെക്കാവുന്ന ചോദ്യമായതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതാണ്. ഇതിനോട് ചേർത്ത് വെക്കാവുന്നതുകൊണ്ട് അതുകൂടി ചേർത്ത് താങ്കൾ പറഞ്ഞോളൂ. കേന്ദ്രത്തിൽ ആകെയുള്ള ബജറ്റിന്റെ 36% കടമാണ്. ഇന്ത്യ ഗവൺമെന്റ് ആകെ ചെലവാക്കുന്നതിന്റെ 25% പലിശയ്ക്കാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത്, പക്ഷേ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഭക്ഷ്യ സബ്സിഡിക്ക് അനുവദിച്ച പണത്തിൽ കുറവ് വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ മോദി സർക്കാരിന്റെ ഒരു രീതിയാണ് സബ്സിഡി കുറയ്ക്കുക എന്നുള്ളത്. അല്ല, ഇതിനകത്ത് ബാലഗോപാലിന് അത് പറയാനുള്ള യാതൊരു അർഹതയില്ലാത്ത വ്യക്തിത്വമാണ്. ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേരളം സംഭരിച്ച പണം അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള പണം അല്ലെങ്കിൽ സംഭരിച്ച പണം എന്ന് പറയുന്നത് 72,000 കോടിക്കകത്താണ് മേഡം. അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അത് ചെലവഴിക്കപ്പെട്ട പണം 28,000 കോടി രൂപയാണ്. അതിന് ചെറിയ ക്ലറിക്കൽ ചെറിയ തെറ്റുണ്ടാവും. 28,000 കോടി രൂപയാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിന്റെ പലിശ ഇനത്തിൽ മാത്രം കേരളം കൊടുക്കുന്ന പൈസ ഒരു വർഷത്തിൽ 16,000 കോടി രൂപയാണ്. ടോട്ടൽ 16,000 കോടി രൂപയുടെ പലിശ ഇനത്തിൽ കേരളം മൊത്തം കടത്തിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സബ്സിഡി കുറച്ചുകൊണ്ടെന്നുള്ള പറയുന്ന അങ്ങനെ ഒരു നയമല്ല. പിന്നെ സ്വാഭാവികമായിട്ട് സാമ്പത്തികത്തിനൊരു പോളിസി ഉണ്ടല്ലോ. ഞാനും നിങ്ങളും പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒരു പോളിസി അടിസ്ഥാനത്തിലെ കടം എടുക്കലും കടം കൊടുക്കലും നടക്കുകയുള്ളൂ. അതിനകത്ത് നമുക്ക് ആലങ്കാരികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഈ നേരത്തെ ഈ ജോർജ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളൊരു കാര്യം. സാർ ഒന്ന് മനസ്സിലാക്കണം, നൈപുണ്യ വികാസവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് നൈപുണ്യ വികാസവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രാലയം രൂപീകരിക്കുന്നു. ഈ രാജ്യത്തിലെ 6.82 കോടി യുവാക്കൾക്കാണ് നൈപുണ്യ വികാസവുമായി സ്കിൽ ഓറിയന്റേഷൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. അത് നോക്കണം നിങ്ങൾ. 6.82 യുവാക്കളെ അവരുടെ ITI പോളി തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള 6.82 കോടി ജനങ്ങൾക്ക് നൈപുണ്യ വികാസവുമായി ട്രെയിനിങ് നടത്തി. പക്ഷേ ആ നൈപുണ്യ വികസനം കിട്ടിയ വ്യാവസായിക വിപ്ലവം വരാൻ ഈ 6 കോടി 1 കോടി എന്നാണ് ഇതിനകത്ത് കണക്കിൽ പറയുന്നത്. ആ 1.5 കോടിയോളം വരുന്ന ചെറുപ്പക്കാരിൽ 30% ആൾക്കാരും ക്യാമ്പസ് പ്ലേസ്മെന്റിൽ അവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്രിന്റു, അല്ല ഞാൻ പറയട്ടെ സാർ, ഞാൻ സ്വാഭാവികമായിട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, 4ാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണ് ലോകം. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിൽ 60% യുവാക്കൾ ഈ രാജ്യത്താണ്. സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതകളിൽ ലോകത്തെ നയിക്കുന്നത് ഭാരതമാണ്, യുവാക്കളാണ്. ആ യുവാക്കൾക്ക് സ്വാഭാവികമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ലഭിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല സാർ. നോക്കൂ, കഴിഞ്ഞ UPA സർക്കാരിന്റെ സമയത്ത് ഗവൺമെന്റ് ജോലികൾ 6 ലക്ഷമാണ് UPA സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ 9 ലക്ഷം പേർക്ക് CGL RRB മേഖലയിൽ
ഈ റോസ്കാർ തൊഴിൽ മേഖല പ്രകാരം 1.5 കോടി തൊഴിലുകളാണ് ഈ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ ഈ തൊഴിലൊക്കെ എവിടെയാ കൊടുത്തിരിക്കുന്നത് പ്രിന്റു? സർക്കാർ തൊഴിലാണോ? സർക്കാർ തൊഴിലല്ല സാർ, സർക്കാർ അങ്ങനെ പറയല്ലേ സാർ. ഈ രാജ്യത്തിലെ മുഴുവൻ 40 കോടി ജനങ്ങൾക്കും കേന്ദ്ര സർക്കാർ അതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ PSC കൊടുത്തിട്ടുണ്ട്. അല്ല അങ്ങനെ പറയല്ലേ. ഞാൻ 9 ലക്ഷം ഞാൻ പറയല്ലോ 9 ലക്ഷം എവിടെ കൊടുത്തിട്ടുള്ളത് സാർ? കേരളത്തിലെ PSC, UPSC, കേരള PSC കൂടി താരതമ്യം ചെയ്താൽ കൂടുതൽ നിയമനം നടത്തിയിരിക്കുന്നത് PSC ആണോ UPSC ആണോ? അങ്ങനെ പറയല്ലേ സാർ, അങ്ങനെ പറയല്ലേ സാർ. കേരളത്തിൽ 1500 നിയമനം ഒരു വർഷത്തിൽ കൊടുത്തിട്ടുള്ള ഏത് ജില്ലയാണുള്ളത്? ഏത് ജില്ലയാണുള്ളത്? സബ്കാ വികാസ് സബ്കാ വിശ്വാസ് പ്രമാണത്തിലാണ് ഈ നയാ ഭാരത് ബഡ്ജറ്റ് ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ ഭാരതത്തിലേക്കുള്ള വികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസവും നിർമ്മലാ സീതാരാമൻ പ്രകടിപ്പിച്ചു. നമുക്കൊപ്പം അതിഥികളുണ്ട്. പ്രിന്റു മഹാദേവ് BJPയിൽ നിന്നും, ആരിഫ് MP CPM-നെ പ്രതിനിധീകരിച്ചും സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫും. നമ്മൾ പ്രിന്റുവിൽ നിന്നാണ് നമ്മൾ ഇടവേളയ്ക്ക് പോയത്. പ്രിന്റുവിന് പറയാനുള്ളത് പറയാം. നമ്മൾ തൊഴിലില്ലായ്മയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞ റോസ്കർ യോജനയെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിനുള്ള മറുപടി. ഞാൻ പറയുന്നത്, ഒന്ന്, അഴിമതി ആരോപണം ഇല്ലാത്ത 10 രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത ഒരു സർക്കാർ, പദ്ധതികൾ നേരിട്ട് ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സർക്കാർ, അവശ്യ ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പുന്ന സർക്കാർ. ഈ സർക്കാരിനെ കുറിച്ച് ഏതൊക്കെ രീതിയിലും ഇപ്പോ നേരത്തെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക. അവിടെ ഒരു യാത്ര നടക്കുന്നുണ്ട് സാർ. വികസിത സങ്കല്പ് യാത്ര എന്നാണ് അതിന്റെ പേര്. പഞ്ചായത്ത് പ്രസിഡന്റും MP-മാരും ഒക്കെ കേന്ദ്ര മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം കേവലം ഈ ചാനൽ ചർച്ചകളിലും ഈ പുസ്തകങ്ങളിലും മാത്രം ജീവിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടം കിട്ടിയ ആയിരക്കണക്കിന് ജനങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കേരളത്തിൽ ഉറച്ചു ഞാൻ പറയുന്നു, മോഡി സർക്കാരിന്റെ 5 ക്ഷേമ കാര്യങ്ങൾ ലഭിക്കാത്ത ഒരു വീട് പോലും ഈ കേരളത്തിൽ സാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അടിസ്ഥാനരഹിതമായിട്ട് ഈ രാജ്യം വികസിക്കുന്ന സമയത്ത് 2 ആംഗിളിലാണ് എടുക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമായ ആരോപണവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് സൂചിക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യം പറയുക. സത്യസന്ധമായിട്ട് ഈ രാജ്യം വികസിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2047 വികസിത ഭാരതം എന്ന് പറയുന്ന വികസിത ഭാരതത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമം ഉയർന്നു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക ശക്തിയായി 10 വർഷം കൊണ്ട് 10ാം സ്ഥാനത്തിൽ നിന്ന് 5ാം സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മറുപടി കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ആരിഫ് MP 3.7 ട്രില്യൺ എക്കണോമിയുമായി ഇനി 5 ട്രില്യൺ എക്കണോമിയിലേക്ക് വളരാൻ പോവുകയാണ് ഈ രാജ്യം. ഡോക്ടർ അരുൺ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇടയ്ക്കൊന്ന് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഇവിടെ ഇരുന്നു പറഞ്ഞു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് സുബ്രഹ്മണ്യം ആരായിരുന്നു? പരകാല പ്രഭാകർ ആരാണ്? BVR സുബ്രഹ്മണ്യം ആരാണ്? ഏതെങ്കിലും വ്യക്തികളാണോ? അവരെല്ലാം BJP മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. നിങ്ങൾ കേരളത്തിൽ അമ്മമാരെടുത്ത് അവരെന്താ പറഞ്ഞേ? വിട്ടുപോകാൻ കാരണം, അരവിന്ദ് സുബ്രഹ്മണ്യം വിട്ടുപോകാൻ കാരണം കള്ളക്കണക്ക് എഴുതാൻ അല്ല. അങ്ങനെ പറഞ്ഞു പോകല്ലേ. അത് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഇന്ത്യയുടെ പറഞ്ഞു. അതായത് ഈ ഗ്രോത്ത് റേറ്റ്, ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ചുള്ള കണക്കുകൾ കള്ളക്കണക്ക് എഴുതുകയാണ്. ഇത് തെറ്റായ ചില വിവരങ്ങളാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളാണെന്ന് പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് പറഞ്ഞത്. ധനകാര്യമന്ത്രിയുടെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകർ പറയുന്നു ഈ പദ്ധതികൾക്കെല്ലാം ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് വെറുതെയാണ്, ഇതെല്ലാം പ്രൊപ്പഗാൻഡ മാത്രമാണെന്ന് ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകർ നീതി ആയോഗിന്റെ CEO പറയുന്നു ഇവിടെ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ചു. EVR സുബ്രഹ്മണ്യത്തിന്റെ പ്രസ്താവനയാണ്. ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നാൽ കേരളത്തിൽ അങ്ങനെയൊന്നും വന്നാൽ കേരളം ഇന്ത്യ സ്ഫോടനാത്മകമാകും എന്നുള്ളതാണ് EVR സുബ്രഹ്മണ്യം പറയുന്നത്. ഓഡിറ്റ് മുഴുവൻ കോമഡിയാണെന്ന് പറയുന്നു. മറുപടി പറയാം. അതിന് മുമ്പ് ആരിഫ് MP-യിലേക്ക് കൂടി. ഇത് നോക്കൂ, 5 ട്രില്യൺ എക്കണോമിയിലേക്ക് കുതിക്കാൻ പോകുന്ന ഒരു രാജ്യത്തെ നമ്മൾ ആക്ഷേപിക്കരുതെന്നാണ് പ്രിന്റു മഹാദേവ് പറയുന്നത്. അതിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ചർച്ച തുടങ്ങിയത് ഇങ്ങനെയാണ്.
ഒരു അഴിമതി ആരോപണവും ഒന്നുമില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് അദ്ദേഹം ആവേശം കൊള്ളത് കേട്ടു. ഞാൻ മിനിഞ്ഞാന്നത്തെ റിപ്പോർട്ട് വായിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ്, ഇന്ത്യ അറ്റ് 93 among 180 countries. ഇന്ത്യ റാങ്ക് 93 out of 180 countries. കേന്ദ്ര സർക്കാരാണ് സാർ ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ, ഒരു രൂപയുടെ അഴിമതി ആരോപണമില്ലാത്തൊരു സർക്കാർ സാർ. കേന്ദ്ര സർക്കാർ ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ നിങ്ങൾ പിണറായി വിജയൻ, അതുകൊണ്ട് അഴിമതി ആരോപണം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആരും സാർ കേട്ടിട്ടുണ്ടോ? നമ്മൾ 2Gയുടെയും 4Gയുടെയും ഒക്കെ കണക്ക് കേട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. 2 ലക്ഷം കണക്ക് കേട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞെട്ടാനൊരു കണക്കുണ്ടായിരുന്നു. ഇപ്പോൾ കണക്കുണ്ടോ പ്രിന്റു മഹാദേവ്? നമുക്ക് റിപ്പോർട്ട് ഇവിടെ. ഞാൻ 10 തവണ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പാർലമെന്റ് അംഗമായ ഞാൻ ഇന്ത്യയുടെ പാർലമെന്റ് 10 തവണ ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, നമ്മുടെ PM കെയർ ഫണ്ടിന്റെ കണക്ക്, വരവ് ചെലവ് കണക്ക്, ഒന്ന് എത്ര രൂപ വന്നു, എത്ര രൂപ ചോദിച്ചു എന്ന് ഞാൻ ചോദിച്ചു. നവകേരള സദസ്സും കേരളീയം പോലെ മറുപടി പറയില്ല പ്രധാനമന്ത്രി. അത് നവകേരള സദസ്സിന്റെയും കേരളീയത്തിന്റെയും കണക്ക് പോലെ മറുപടി പറയില്ല ശ്രീ ആരിഫ് എം പി. എന്റെ പ്രതിരോധ മന്ത്രി ഇവരെല്ലാം മാത്രം അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള എന്റെ ഇന്ത്യ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമാഹരിച്ച ഫണ്ടിന്റെ കണക്കാണ് ഞാൻ 10 തവണ ചോദിച്ചിട്ട് ഒരു ഉത്തരം ഇന്ത്യൻ പാർലമെന്റ് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കണക്ക് പറഞ്ഞ് നമ്മൾ ഞെട്ടും പ്രിന്റു. കോടതി വിധി ഞെട്ടാനൊരു കണക്ക് വേണ്ടേ? എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇത് എന്തിനു ചെലവഴിച്ചു? ഈ PM കെയർ ഫണ്ട് MLA-മാരെയും MP-മാരെയും മോശമാണോ ഇവിടുത്തെ പ്രതിപക്ഷത്തോടെ സാർ പറയുന്നത്? ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരിഫ് സാറിന്റെ ഇപ്പൊ MP ആരിഫിന് ഇങ്ങനെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ കത്തും മേടിച്ചിട്ട് മടക്കി വെച്ചിരിക്കലാണ് അദ്ദേഹത്തിന്റെ പണി. അപ്പൊ അത് അങ്ങനെയാണോ ഒരു MP ചെയ്യേണ്ടത്? 10 വർഷം MP ആയിരുന്ന ആളല്ലേ? കോടതി പറഞ്ഞു കൊടുക്കാൻ ആ കോടതി വിധി അസ്ഥിരപ്പെടുത്തി ഹൈക്കോടതി വിധി. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. PM കെയർ ഫണ്ട് ഓരോ വിധത്തിലും നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷന്റെ പരിധിയിൽ വരുന്നതല്ല, RTI വരുന്നതല്ല എന്ന് കോടതി വിധിക്കെതിരായി ഇന്ത്യ സർക്കാർ ഉത്തരവിട്ടു. എങ്ങനെ പോകും നമ്മുടെ രാജ്യത്ത്? ഞാൻ അതിനെക്കുറിച്ചൊന്നും അഴിമതിയെ കുറിച്ചൊന്നും പറഞ്ഞു പോകണ്ട. ഒരുപാട് അഴിമതികളുടെ പരമ്പരകൾ തന്നെയുണ്ട്. അതേക്കുറിച്ച് നമുക്ക് വേറൊരു ഡിസ്കഷനിൽ വെക്കാം. നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ അത് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഞാൻ വന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് 3 ട്രില്യൺ 5 ട്രില്യൺ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഗ്രോത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെയാണ് സമാന്തരമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്നത് ഇന്ത്യയിലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ സമ്പദ്ഘടന ഒരു ഭാഗത്ത് നമ്മൾ വികസിക്കുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പട്ടിണിക്കാരുടെ എണ്ണം കൂടുന്നു, കൃഷിക്കാരുടെ നില ആകെ അപകടാവസ്ഥയിലാവുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു. നിങ്ങൾ ഈ പ്രതിമ നിർമ്മാണം നിർത്തി കുറച്ച് സ്റ്റേഡിയം നിർമ്മിക്കാൻ നോക്കൂ. കുറച്ച് നിങ്ങൾ നമ്മുടെ സ്പോർട്സ് താരങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അഭിമാനം കൊണ്ട് ചില സ്പോർട്സ് താരങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എത്ര സ്റ്റേഡിയമാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്? ഒരെണ്ണം ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? നല്ലത് നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഈ രാജ്യത്തെ നിങ്ങളിപ്പോ പറഞ്ഞില്ല നിർമ്മിച്ചതിന്റെ ഫലമാണ് സാർ ഏഷ്യൻ ഗെയിംസിൽ 100 മെഡലാണ് രാജ്യത്തിന് കിട്ടിയിട്ടുള്ളത്. ഖേലോ ഇന്ത്യ പ്രകാരം ഖേലോ ഇന്ത്യ ഈ രാജ്യത്തെ 2 ലക്ഷം കായിക താരങ്ങളെയാണ് സാർ ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നത്. റിയാലിറ്റിക്ക് പകരം നിങ്ങൾ സെൻസേഷണൽ ആയിട്ടുള്ള ആളുകളെ മത്ത് പിടിപ്പിക്കുന്ന, വികാരഭരിതരാക്കുന്ന, നിങ്ങൾ ജാതീയമായ പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാമ്പയിൻ നടത്തി അധികാരം പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു അഹങ്കാരം, ഒരു ധാർഷ്ട്യമാണ് ഇതിനെ വെച്ച് നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാ കാലത്തും ഇത് വിജയിക്കണമെന്നില്ല. ഇതിനെ മനസ്സിലാക്കുന്ന ജനത വരികയും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സ്ആപ്പ്. ഇതിനകത്ത് ആരിഫ് സാർ നിങ്ങൾ ഓർക്കുക, നിങ്ങളിങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ടും ഞങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ നടത്തിയിട്ടുള്ള ജനസേവന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. ജനങ്ങൾക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനിടയിൽ, യുവാക്കൾക്കിടയിൽ, കർഷകർക്കിടയിൽ, ദരിദ്ര നാരായണർക്കിടയിൽ സ്വാഭാവികമായി ഈ രാജ്യം സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനൊപ്പം പങ്കാളികളായിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന പൂർണ്ണ ബഡ്ജറ്റ് ഇതിന്റെ തുടർച്ചയാകുമോ? അതല്ല BJP ആണ് വരുന്നതെങ്കിൽ ആ വികസന ഭാരതത്തിന്റെ പൂർണ്ണ ബഡ്ജറ്റിനെ കുറിച്ച് താങ്കളുടെ പ്രതീക്ഷ എന്താണെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ചർച്ച BJP ആണ് വരിക സാർ.
പോകുന്നില്ല. കേൾക്കുന്നില്ല, അഴിമതി ആരോപണം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അഴിമതി മുഴുവൻ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് അതിനു വേണ്ടി, അതായത് ഒരു വ്യവസായ ഗ്രൂപ്പിലെ ഏതാനും വ്യവസായ ഗ്രൂപ്പിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് 2017 മുതൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത കൽക്കരിയുടെ കാര്യത്തിൽ അദാനി നടത്തിയ വെട്ടിപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആർക്കു വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ നേരിട്ടൊരു മന്ത്രിമാരും അഴിമതി നടത്തിയിട്ടില്ല. അതൊക്കെ ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്. ഇന്ന് അതിനു വേണ്ടി ഒരു ഏജൻസി, ഒരു കോർപ്പറേറ്റ് നിയോഗിച്ചിരിക്കുന്നു, ഒരു ഓഫീസർ നിയോഗിച്ചിരിക്കുന്നു. നന്ദി ശ്രീ ജോർജ് ജോസഫ്, നന്ദി ശ്രീ ആരിഫ് എം പി, ഒപ്പം പ്രിന്റു മഹാദേവ്, ഡോക്ടർ ടി തോമസ് ഐസക് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്നതിന്. You are watching Reporter Evening Show.